നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 18 ഉച്ചയ്ക്ക് 2 മണി PM നറുക്കെടുക്കുന്ന മൺസൂൺ ബമ്പർ ഏത് രാശിക്ക്, അതാണ് പ്രധാനമായിട്ട് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഭാഗ്യ നമ്പറുകൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സംഭവം 5 രാശിക്കാരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രാശിക്കാരുടെ കാര്യം അവസാനം പറയാം. 2ാം സ്ഥാനം കിട്ടുന്നവർ പിന്നെ അതിന് മുമ്പ് പറയാം. അങ്ങനെ ഏറ്റവും സാധ്യതയുള്ള 5 രാശിക്കാരുടെ കാര്യം നമ്മൾ പറയുന്നു. അതിൽ ആദ്യം പറയുന്നത് 5ാം സ്ഥാനം കിട്ടുന്ന രാശിക്കാരുടെ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ രാശികളിൽ നിങ്ങളുടെ രാശി പെടുന്നില്ലെങ്കിൽ പോലും ശ്രദ്ധിക്കുക. ഈ രാശിക്കാരിൽ ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് മേടം രാശി ഞാൻ പറയുമ്പോൾ മേടം രാശിക്ക് മാത്രമല്ല, മേടം ലഗ്നത്തിനും സാധ്യതയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഫോൺ വിളിക്കരുത്, മെസ്സേജ് മാത്രം അയക്കാം. നിങ്ങളുടെ ഭാഗ്യ നമ്പർ പറഞ്ഞു തരാം. അതുപോലെ നിങ്ങളുടെ ഗ്രഹനിലയിൽ ലോട്ടറി ഭാഗ്യം തെളിഞ്ഞ് കാണുന്നുണ്ടോ എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് മഹാദശയാണ്, അന്തർദശയാണ്, അപ്പോൾ ലോട്ടറി ഭാഗ്യം വീഴാനുള്ള സാധ്യതയുണ്ടോ, ഇത് മാത്രമല്ല നിരവധി കാര്യങ്ങൾ വേറെയും പറഞ്ഞുതരാം. അതായത് ജ്യോതിഷപരമായ എല്ലാ സംശയങ്ങൾക്കും അതുപോലെ തന്നെ സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞുതരാം. വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി, ഫോൺ വിളിക്കരുത്. ഓക്കെ, തിരക്കാണ്. അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എൻ്റെ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9847291363. ഓക്കെ, അപ്പോൾ ഇതിലൊന്നും തന്നെ നിങ്ങളുടെ രാശിയോ ഒന്നും പെടുന്നില്ലെങ്കിൽ പോലും, അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രഹനില നോക്കിയിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ഇല്ലെങ്കിലും, നിങ്ങളുടെ മഹാദശയും അന്തർദശയും ഒക്കെ പ്രതികൂലമാണെങ്കിലും, ലോട്ടറി അടിക്കാൻ യാതൊരു സാധ്യത നിങ്ങൾക്കില്ലെങ്കിലും, നിങ്ങളുടെ കുടുംബ അംഗങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇതെല്ലാം ഒത്തുവന്നു കഴിഞ്ഞാൽ സാധ്യതയാണ്. ഓക്കെ, സംശയമൊന്നും വേണ്ടല്ലോ. നിങ്ങളുടെ കുടുംബാംഗങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാര്യ, മക്കൾ മാത്രമല്ല, വീട്ടിൽ താമസിക്കുന്ന ആരും, അച്ഛനോ അമ്മയോ, അതല്ലെങ്കിൽ ഒരു ജോലിക്കാരി ഉണ്ടെങ്കിൽ അവരുടെ ജാതകം പോലും നിങ്ങളെ ബാധിക്കും. അതുപോലെ തന്നെ വീട്ടിൽ വന്നു പോകുന്ന ജോലിക്കാരുണ്ടല്ലോ, എല്ലാ ദിവസവും വന്ന് ഈ പണി ചെയ്തിട്ട് പോകുന്ന ജോലിക്കാരുണ്ട്, അവരുടെയൊക്കെ ഭാഗ്യം നിങ്ങൾക്കും വന്നേക്കാം. ഓക്കെ, അതുകൊണ്ട് ഈ പറയുന്ന രാശികളിൽ നിങ്ങൾ ഉൾപ്പെടുന്നില്ലെങ്കിലും, നിങ്ങൾ ലഗ്നം ഇത് ഏതെങ്കിലും ഒരെണ്ണമാണെങ്കിൽ സാധ്യതയാണ്. ഓക്കെ, പിന്നെ ഞങ്ങളുടെ ചാനൽ 2 ദിവസം കൂടുമ്പോൾ ജ്യോതിഷ പ്രവചനം, അതായത് ദിനഫലം, അതായത് രാശിഫലം നമ്മൾ പറയുന്നുണ്ട്. 2 ദിവസം കൂടുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ലോട്ടറിയിലെ ഭാഗ്യ നമ്പറുകൾ നമ്മൾ പറയാറുണ്ട്. അത് എല്ലാ ദിവസത്തെയും ഭാഗ്യ നമ്പറുകൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് പറയാറുണ്ട്. പിന്നെ കോമ്പിനേഷൻ നമ്പറുകൾ, അതായത് ഇപ്പോൾ നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഇപ്പോൾ 6 ആണെന്ന് വിചാരിക്കുക. 6 മാത്രമല്ല നിങ്ങൾ ബാധിക്കുക, മറിച്ച് ഓരോ ദിവസത്തെയും ഭാഗ്യ നമ്പറുകളും, അതുതന്നെ ഒരാൾക്ക് ഒരു ഭാഗ്യ നമ്പർ മാത്രമല്ല, പല നമ്പർ വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ 18/7/2026 ആ ദിവസത്തെ ഭാഗ്യ നമ്പർ 6 ഭാഗ്യ നമ്പറുകൾ ഞങ്ങൾ പറയുന്നുണ്ട്. അതുകൂടാതെ എല്ലാ ദിവസവും അടിക്കുന്ന ഈ 4 അക്ക നമ്പറുകളുണ്ടല്ലോ. ഓക്കെ, അത് ഞങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏറ്റവും ഉദാഹരണത്തിന് 5198 എന്ന് പറയുന്ന നമ്പർ
ഓക്കെ, അതൊരു കോമ്പിനേഷൻ, 4 അക്കമുള്ള കോമ്പിനേഷൻ നമ്പറാണ്. ഇതിൻ്റെ 24 കോമ്പിനേഷൻ വരും. ഇപ്പോൾ 5198-ൻ്റെ 2 കോമ്പിനേഷൻ ഞാൻ പറയാം. 9851, ഓക്കെ. അതുപോലെ 9581, 2 കോമ്പിനേഷനാണ്. ഈ 5198-ൻ്റെ ഇതുപോലുള്ള 24 കോമ്പിനേഷനും എല്ലാ ദിവസവും ഇന്നലെ അടിച്ചതും ഇന്നലത്തെ ടിക്കറ്റിൻ്റെ റിസൾട്ട് നിങ്ങൾ ഫുള്ളൊന്ന് പരിശോധിക്കും. 5198 എന്ന് പറയുന്ന നമ്പർ, ആ കോമ്പിനേഷൻ നമ്പറിൻ്റെ 24 കോമ്പിനേഷൻ. 5198 എന്ന് തന്നെ മാത്രം വരില്ല, ഇപ്പോൾ 8591 അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അങ്ങനെ ഉള്ള 24 കോമ്പിനേഷനും എല്ലാ ദിവസവും, അതായത് മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ 29 ദിവസവും ഒന്നിൽ കൂടുതൽ സമ്മാനങ്ങൾ ഈ 5198-ൻ്റെ കോമ്പിനേഷൻ വരാറുണ്ട്. ഇന്നലെയും ഞാൻ ശ്രദ്ധിച്ചു. ഓക്കെ, അതുപോലെ തന്നെ ഞങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട ഏകദേശം 10 കോമ്പിനേഷൻ നമ്പറുകൾ, അതായത് എല്ലാ ദിവസവും സാധ്യതയുള്ള അതിൻ്റെ ഒരെണ്ണം ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടയ്ക്ക് 2 തവണ അടിച്ചിരിക്കുന്നു. അതേ നമ്പർ തന്നെ 3444 ഞാൻ പറയാറുള്ള നമ്പറാണ്, എല്ലാ ദിവസവും ആവർത്തിക്കുന്ന നമ്പറാണ്. അതേപോലെ തന്നെ ഒരു 3-4 ദിവസം മുമ്പ് 5000 അടിച്ചു. ഇന്നലെ 2000 1000 മറ്റോ ഒക്കെ ഉണ്ടായിരുന്നു. 3444 അതിൻ്റെ 24 കോമ്പിനേഷൻ. 3444-ന് 24 കോമ്പിനേഷൻ ഒന്നും ഇല്ല. എന്നാൽ തന്നെ ആ 3444 തന്നെ ഇന്നലെ അടിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇടുന്ന ദിവസം 29 ജൂൺ 29. അപ്പോൾ 28-ാം തീയതി നറുക്കെടുത്ത ടിക്കറ്റിൻ്റെ റിസൾട്ട് നിങ്ങൾ നോക്കൂ, 3444 അടിച്ചിട്ടുണ്ടോ ഇല്ലയോ. ഇത് അതുപോലെ ഏകദേശം 10 കോമ്പിനേഷൻ നമ്പറുകൾ എല്ലാ ദിവസവും സാധ്യതയുള്ളത് ഞങ്ങൾ പറയാറുണ്ട്. അതിൻ്റെ 24 കോമ്പിനേഷൻ വീതം എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്പർ വരും. അപ്പോൾ ഇത് സീരിയസ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പരിശോധിച്ച് നോക്കുക. അതായത് സംഭവം ഞാൻ പറയുന്നത് നടക്കുന്നുണ്ടോ എന്നുള്ളത് നിരവധി പേർക്ക് നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കാര്യം ഞാൻ പറയാമല്ലോ, എനിക്ക് ഗ്രഹനിലയിൽ രാഹു അനുകൂലമല്ല. ഈ രാഹു അഥവാ സർപ്പമാണ് ഈ ഭാഗ്യ പരീക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. ഓക്കെ, ചില ജ്യോത്സ്യന്മാർ അത് പറ്റില്ലെന്ന് പറയും. അത് എല്ലാത്തിലും പല അഭിപ്രായം വരുമല്ലോ, ഏത് കാര്യത്തിനായാലും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പറയുന്ന കോമ്പിനേഷൻ നമ്പറുകൾ പറയാം. അതിൻ്റെ കൂടെ ഞാൻ പറയുന്നു, അതായത് എനിക്ക് ഈ രാഹു അനുകൂലമല്ല ഗ്രഹനിലയിൽ. ഓക്കെ, പിന്നെ ഈ പറഞ്ഞതൊക്കെ ഞാൻ തുലാം രാശി ആയതുകൊണ്ട് തുലാം രാശിക്കിപ്പോൾ രാഹു രാശിഫലത്തിന് അനുകൂലമാണ്. പക്ഷേ എൻ്റെ ലഗ്നം കർക്കിടകമാണ്. കർക്കിടക രാശിക്ക് ഇപ്പോൾ സർപ്പം പ്രതികൂലമാണ്. അങ്ങനെ ഒരു നിരവധി കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് അടിക്കുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട. സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് അടിക്കാൻ സാധ്യത ഇപ്പോൾ വലിയ കുറവാണ്. എന്നാൽ തന്നെയും തുലാം രാശിയുടെ ഫലം അനുകൂലമായതുകൊണ്ട് ചിലപ്പോൾ വീണെന്ന് വരും. എനിവേ, ഭാഗ്യ നമ്പറുകൾ എല്ലാ ദിവസവും അടിക്കുന്ന ഭാഗ്യ കോമ്പിനേഷൻ നമ്പറുകൾ ഞാൻ പറയാം. അതിൻ്റെ 24 കോമ്പിനേഷനും സാധ്യതയാണ്. ആദ്യം ഞങ്ങൾ പറയുന്ന നമ്പർ 5198, 4792, 7219, 5193, 1963, 3444. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ 2 തവണ അടിച്ചിരിക്കുന്നു സമ്മാനം. 3444-ന് തന്നെ അടിച്ചേക്കുന്നു. ഓക്കെ, അത് 43-44 പോലും അല്ല, മറിച്ച് ഞങ്ങൾ പറയുന്നത് 34-44-ന് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടയ്ക്ക് 2 തവണ സമ്മാനം വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, 5716, 4038, 5199, 3029. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഭാഗ്യപരീക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി ഒരെണ്ണത്തിനകത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസത്തെയും ഇത് ഭാഗ്യ നമ്പറുകളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ കഴിവതും ഞാൻ ഈ ദിനഫലം പറയുന്ന, അതായത് രാശിഫലം മാത്രം പറയുന്ന
വീഡിയോകൾ കഴിവതും 3 മിനിറ്റ് 4 മിനിറ്റിൽ ചുരുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇതിപ്പോൾ അല്പം നീണ്ടുപോകും, കാര്യം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്. കോമ്പിനേഷൻ നമ്പറുകൾ അത് ഈ ബമ്പറിലും സാധ്യതയുണ്ട്. അതുപോലെ ഈ 519 എന്ന് പറയുന്നത് മാത്രമല്ല, ഈ കോമ്പിനേഷൻ നമ്പറുകൾ വലിയ സമ്മാനങ്ങളിൽ വീഴാറുണ്ട്. ഓക്കെ, ഒന്നാം സമ്മാനത്തിൽ ഇപ്പോൾ 4 നമ്പർ നമ്മൾ കോമ്പിനേഷൻ നമ്പറുകൾ പറയുന്നുള്ളൂ, പക്ഷേ 6 നമ്പർ ആണല്ലോ ഒന്നാം സമ്മാനം. ഈ ഒന്നാം സമ്മാനത്തിൽ തന്നെ 518 ചിതറിക്കിടന്നാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അതെല്ലാ ദിവസവും സാധ്യതയാണ്. അതൊക്കെ നിങ്ങൾ നോക്കുക. ഞാൻ ഈ പറഞ്ഞ കഴിവതും ഏറ്റവും ചുരുക്കിയാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ പറഞ്ഞത് മാത്രമല്ല, ഇതുവരെ എല്ലാ വീഡിയോകളിലും പറഞ്ഞത് മാത്രമല്ല, നിരവധി കാര്യങ്ങൾ പറയാൻ ഏറെയുണ്ട് ഇനിയും ബാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. 18/7/2026 ഓക്കെ, ഉച്ചയ്ക്ക് 2 മണിക്ക്. അത് മാത്രമല്ല, BR 110 112, പിന്നെ ഒരു 0 കിടപ്പുണ്ട്. അത് 2026 ഒരു 0 കിടപ്പുണ്ട്. 0 വരുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. 0 ഭാഗ്യ നമ്പരാന്ന് പറയാമോ? എനിവേ, അപ്പോൾ ഇതിനകത്തെല്ലാം തന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് BR 110 അത് 112. അപ്പോൾ 2 പിന്നെയും വരുന്നു. അത് മാത്രമല്ല 2026 2 അപ്പോൾ 2 സാധ്യതയാണ്. ഈ ഒന്നാം സമ്മാനം അടിക്കാൻ പോകുന്ന മൺസൂൺ ബമ്പറിൽ ഒന്നാം സമ്മാനം അടിക്കാൻ പോകുന്ന നമ്പറിൽ 2 സാധ്യത. അത് ഒന്നാം സമ്മാനം തന്നെയാണെന്നല്ല, ഏത് സമ്മാനത്തിനും ഈ 2 സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷേ ഈ 18/7/2026 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 8 നിങ്ങൾ പറയും 8ൻ്റെ പണിയെന്നൊക്കെ, പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് പറയുന്നത്. 9 എത്രത്തോളം ഭാഗ്യമുണ്ടോ അത്രത്തോളം തന്നെ ഭാഗ്യം 8-നുമുണ്ട്. പക്ഷേ അത് ആദ്യ കാലഘട്ടത്തിൽ ഇപ്പോൾ 8-ാം തീയതി വരുമ്പോൾ ആ ദിവസം ഏകദേശം ഉച്ചയ്ക്ക് ഒരു 3 മണി 4 മണി വരെയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ സംഭവിക്കുള്ളൂ. 8-ാം തീയതി 8-ന് പ്രാധാന്യമുള്ള ദിവസങ്ങൾ. പക്ഷേ അതിനുശേഷം കാര്യങ്ങൾ മാറും, എല്ലാം കൂടെ ഒരുമിച്ച് വരും. കൃഷ്ണ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിൻ്റെ രീതി എങ്ങനെയാണ്? ഇപ്പോൾ ഗണപതി ഭഗവാനെയും ശിവഭഗവാനെയും പ്രാർത്ഥിച്ചാൽ ആ ദൈവങ്ങൾ നമ്മളെ അനുഗ്രഹിക്കാൻ റെഡിയാണെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് അനുഗ്രഹം കിട്ടും. എനിക്ക് അനുഭവമുള്ളതാണ്. ഓക്കെ, പക്ഷേ കൃഷ്ണൻ്റെ പരിപാടിയും മഹാവിഷ്ണുവിൻ്റെ പരിപാടിയും ഒന്നും അങ്ങനെയൊന്നുമില്ല, പെട്ടെന്നൊന്നും തരത്തില്ല, ഒരുപാടിട്ട് കളിപ്പിക്കും. പക്ഷേ തരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരും. ഓക്കെ, ഇങ്ങനെ ഒരു 10,000 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോകളും കാണുക. ഞാൻ ഇച്ചിരി ഈ പറഞ്ഞ അത്യാവശ്യം നീളത്തിൽ സംസാരിക്കുന്ന ഒരാളാണ്, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഓക്കെ, അതുകൊണ്ട് ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, എല്ലാ വീഡിയോകളും കേൾക്കുക. അത് അത്യാവശ്യം ബോറിങ്ങും നീട്ടിപ്പരത്തി വലിച്ചു നീട്ടിയൊക്കെ പറയുകയാണെങ്കിൽ തന്നെയും നിങ്ങൾ ദയവ് ചെയ്ത് കാണുക. കാര്യം ചിലതിനകത്ത് ഞാൻ ചില ടിപ്പുകൾ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ 18/7/2026 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ 8 ഈ 8 വരുന്ന ദിവസം 9-നൊരു കളിയുണ്ട്. അതുപോലെ നേരെ തിരിച്ചുമാണ്. 9 വരുന്ന ഭാഗ്യസംഖ്യ, ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ 9 വരുന്നതിന് 8-ൻ്റെ കളിയും വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ബമ്പറിൽ 8, 9 ഈ നമ്പറുകൾക്ക് പ്രാധാന്യം കാണും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ 2-നും സാധ്യതയാണ്. ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് 2 മണിക്ക് 110 BR 110 അതിന് 2 വരുന്നു. അപ്പോൾ 2-ന് സാധ്യതയുണ്ട്. പിന്നെ 0 അത് എവിടെ വേണമെങ്കിലും വരാം. ഓക്കെ, ഇത് കൂടാതെ 18/7/2026 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ 8, 9, പിന്നെ 1, 7, 2, 6 ഇതും ഭാഗ്യസംഖ്യകളാണ്. ഓക്കെ, പിന്നെ വേറെയൊക്കെ കാര്യങ്ങളുണ്ട്. പലതരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ നമ്മൾ അനുഷ്ഠിക്കാൻ കാര്യമുണ്ട്. ലോട്ടറിയൊക്കെ അടിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതൊക്കെ എന്തൊക്കെയാണ്?
അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ 15 മിനിറ്റായി. ഓക്കെ, ഒരു ഏറ്റവും കുറഞ്ഞ 2 മണിക്കൂറും കൂടെ വേണം എല്ലാം കൂടെ പറയാം. അതൊന്നും എല്ലാം കൂടെ ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. പകരം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടുക. വാട്സാപ്പ് നമ്പർ ഒന്നും കൂടെ പറയാം: 9847291363. ഫോൺ വിളിക്കരുത്, തിരക്കാണ്. ഓക്കെ, അപ്പോൾ നമ്പറുകളൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, പിന്നെ നമുക്ക് ഭാഗ്യമുള്ള രാശിക്കാരുടെ കാര്യം പറയാം. ഓക്കെ, അപ്പോൾ 5ാം സ്ഥാനം കിട്ടുന്ന രാശി മേടൻ രാശി തന്നെയാണ്. അവർക്ക് സർപ്പം അഥവാ രാഹു, ഈ ലോട്ടറിയിലൊക്കെ ഭാഗ്യം കൊണ്ടുവരുന്ന രാഹു അഥവാ സർപ്പം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. പക്ഷേ അവർക്ക് സർപ്പം, ശിഖി, അതുപോലെ തന്നെ ശുക്രൻ, ഈ 3 ഗ്രഹങ്ങളെ അന്നത്തെ ദിവസം ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളൂ. എങ്കിലും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ശനി മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കി 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ മേടൻ രാശിക്ക് 5ാം സ്ഥാനം നൽകുന്നു. മേടൻ രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം. 4ാം സ്ഥാനം കിട്ടുന്നത് ഞങ്ങൾ കാണുന്നത് ധനുരാശിക്കാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ഓക്കെ, 3ാം സ്ഥാനം ഞങ്ങൾ പറയുന്നത് മിഥുനം രാശിക്കാണ്. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം, ആദ്യ 3 പാദം. ഈ രാശികളിലൊന്നും നിങ്ങൾ പെടുന്നില്ലെങ്കിലും നിങ്ങളുടെ ലഗ്നം ഇതിലേതെങ്കിലുമൊക്കെ ഒരെണ്ണത്തിലാണെങ്കിൽ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇതൊക്കെ അനുകൂലമാണെങ്കിൽ, അതുപോലെ തന്നെ രാശിയും ലഗ്നവും ഒക്കെ ഇതാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സാധ്യതയില്ലെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ ഈ ലിസ്റ്റിൽ നിങ്ങളുടെ രാശി ഇല്ലെങ്കിലും സാധ്യതയാണ്. ഓക്കെ, അപ്പോൾ 3 രാശിക്കാരുടെ കാര്യം പറഞ്ഞു. 2ാം സ്ഥാനം ഞങ്ങൾ പറയുന്നത് കന്നിരാശിക്കാണ്. ഓക്കെ, കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്തരം അവസാന 3 പാദം, അത്തം, ചിത്തിര, ആദ്യ 2 പാദം. അപ്പോൾ 1ാം രാശി, 1ാം സ്ഥാനം കിട്ടുന്ന രാശി ഏതാണ്? അതായത് 2026 ജൂലൈ 18 ഉച്ചയ്ക്ക് 2 മണിക്ക് ഉള്ള ഗ്രഹനില എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് തുലാം രാശിക്കാണ്. ഓക്കെ, തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ, ആദ്യ 3 പാദം. ഓക്കെ, തുലാം രാശിക്കും തുലാം ലഗ്നത്തിനും തുല്യ സാധ്യതയാണ്. ഓക്കെ, അന്നത്തെ ദിവസം ഇവർക്ക് ചന്ദ്രൻ ഉൾപ്പെടെ 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. സർപ്പം അഥവാ ശിഖി, സർപ്പം അഥവാ രാഹു 5ാം ഭാവത്തിൽ പൂർവ്വ പുണ്യസ്ഥാനത്ത് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ശിഖി അഥവാ കേതു 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അതുകൊണ്ട് തുലാം രാശിക്ക് രാഹു അനുകൂലമായിട്ട് തന്നെ കരുതാം. അതുമാത്രമല്ല, സർപ്പം നിൽക്കുന്നത് കുംഭൻ രാശിയിൽ ശനിയുടെ സ്വക്ഷേത്രമായ കുംഭൻ രാശിയിലാണ്. അപ്പോൾ സർപ്പത്തിന് സ്വന്തമായിട്ടുള്ള ഒരു ക്ഷേത്രമില്ല. അതുമാത്രമല്ല, ഈ സർപ്പം ഏത് രാശിയിൽ നിൽക്കുന്നോ ആ രാശിയുടെ അധിപൻ്റെ സ്വഭാവമാണ് പ്രകടിപ്പിക്കുക. ഇവിടെ കുംഭൻ രാശിയിൽ ശനിയുടെ സ്വക്ഷേത്രത്തിലാണ് സർപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് സർപ്പം അതിശക്തമാണ്. സ്വക്ഷേത്രപരമായ ശനിയുടെ സ്വഭാവമാണ് സർപ്പം കാണിക്കുന്നത്. അത് ഇവിടെ തുലാം രാശിക്ക് 5ാം ഭാവത്തിൽ പൂർവ്വ പുണ്യസ്ഥാനത്ത് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കേതു 11ാം ഭാവത്തിൽ ലാഭസ്ഥാനം. അതുകൊണ്ട് സാധ്യതയാണ് ഇവർക്ക്, തുലാം രാശിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയാണ്. അതുമാത്രമല്ല, ഇത് കൂടാതെ ശനി, സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ ഇവയെല്ലാം അനുകൂലമാണ് അന്നത്തെ ആ സെക്കൻഡിൽ, ഈ നറുക്കെടുക്കുന്ന സമയത്ത്. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ചൊവ്വ മാത്രമാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും 10 കോടി മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ സമ്മാനമെങ്കിലും അടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ
വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.